നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് 27 നക്ഷത്രങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ട, എന്നാൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പാടുകൾ സഹിക്കുന്ന ഒരു നക്ഷത്രത്തെക്കുറിച്ചാണ്. മൂലം നക്ഷത്രം. നിങ്ങൾ മൂലം നക്ഷത്രത്തിൽ ജനിച്ച ഒരാളാണോ? എങ്കിൽ എനിക്കറിയാം കഴിഞ്ഞ കുറേ വർഷങ്ങളായി നിങ്ങൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷം എത്രത്തോളമാണെന്ന്. എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെ എന്ന് നിങ്ങൾ പലവട്ടം ചിന്തിച്ചിട്ടുണ്ടാകാം. ചെയ്ത നന്മകൾക്ക് തിരികെ കിട്ടിയത് പഴിചാരലുകൾ മാത്രമാണ്. സാമ്പത്തികമായി തകർന്നു, വിശ്വസിച്ചവർ ചതിച്ചു, കുടുംബത്തിൽ സമാധാനമില്ല. എന്നാൽ കണ്ണീര് തുടച്ചോളൂ. നിങ്ങളുടെ കഷ്ടകാലത്തിൻ്റെ ഇരുണ്ട അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. വരാനിരിക്കുന്ന 2026 എന്ന വർഷം മൂലം നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലെ ഒരു വലിയ തിരിച്ചുവരവിൻ്റെ വർഷമാണ്. ദുരിതങ്ങൾ പടിയിറങ്ങി, ഐശ്വര്യം പടികയറി വരുന്ന ആ നല്ല കാലത്തെക്കുറിച്ച് നമുക്ക് വിശദമായി ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. ജ്യോതിഷപ്രകാരം മൂലം നക്ഷത്രക്കാർ കഴിഞ്ഞ കുറേ കാലമായി ഏഴര ശനി, കണ്ടകശനി തുടങ്ങിയ പല ഗ്രഹമാറ്റങ്ങളുടെയും ബുദ്ധിമുട്ടിലായിരുന്നു. എന്നാൽ 2025 അവസാനത്തോടെയും 2026 തുടക്കത്തോടെയും ഗ്രഹനിലയിൽ വലിയ മാറ്റങ്ങൾ വരികയാണ്. നിങ്ങളുടെ രാശിയായ ധനുരാശിയുടെ അധിപൻ സാക്ഷാൽ വ്യാഴമാണ്. 2026 വ്യാഴം നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ സ്ഥാനത്താണ് നിൽക്കുന്നത്. ഒപ്പം ശനിദേവനും നിങ്ങളെ പരീക്ഷിക്കുന്നത് നിർത്തി അനുഗ്രഹിക്കാൻ തുടങ്ങുന്ന സമയം കൂടിയാണിത്. ഇത്രയും നാൾ അടഞ്ഞു കിടന്ന ഭാഗ്യത്തിൻ്റെ വാതിലുകൾ 2026 മലർക്കെ തുറക്കും. നിങ്ങൾ ആഗ്രഹിച്ച, എന്നാൽ നടക്കില്ല എന്ന് കരുതിയ പല കാര്യങ്ങളും ഈ വർഷം നടന്നു കിട്ടും. ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചറിയാം. ഇവർ ചെയ്യേണ്ട വഴിപാടുകളെക്കുറിച്ചറിയാം. സാമ്പത്തികമായി ഉന്നതിയിലെത്തുമ്പോൾ ചില വഴിപാടുകൾ ആവശ്യമാണ്, ചില നേർച്ചകൾ ആവശ്യമാണ്, ചില ദൈവങ്ങളെ കൂട്ടുപിടിക്കുന്നത് അത്യാവശ്യവുമാണ്. നമുക്കറിയാം മൂലം നക്ഷത്ര ജാതകരുടെ ചില വിശേഷങ്ങൾ. അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേദിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കും, പൂജ ചെയ്യും. ഇന്ന് തന്നെ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. അടുത്ത പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും. മൂലം നക്ഷത്രം ധനുരാശിയായതുകൊണ്ട് രാശ്യാധിപൻ ഗുരുവാണ്. ഇവരിൽ അധികവും സൗമ്യ പ്രകൃതക്കാരും ലോലഹൃദയരും ഉദാരമതികളുമായിരിക്കും. എല്ലാവരോടും സൗഹൃദത്തോടു കൂടി പെരുമാറുക എന്നത് ഇവരുടെ പ്രത്യേകതയാണ്. സാമ്പത്തികമായി നല്ല നിലവാരം പുലർത്തുന്നവരായിരിക്കും. അമിതമായി സന്തോഷം പ്രകടമാക്കുന്നവരുമാണ്. എന്തെങ്കിലും പരാജയമുണ്ടായാൽ ഇക്കൂട്ടർ തളരില്ല. സുഖവും സന്തോഷവും നിറഞ്ഞ ജീവിതം ആഗ്രഹിക്കുന്നവരാണ് ഇവർ. ആരോഗ്യപരമായി ഭാഗ്യമുള്ളവരാണ്. ധനുരാശിയായതുകൊണ്ട് ഏതു ദുർഘട പരിതസ്ഥിതിയെയും അനായാസം തരണം ചെയ്യാൻ ഇവർക്ക് സാധിക്കുന്നു. വീഴ്ചയിൽ നിന്നും അതിശക്തിയോടെ ഉയർന്നു വരാനുള്ള കഴിവ് എടുത്തു പറയേണ്ടതാണ്. എന്തു പ്രശ്നമുണ്ടായാലും സുഖമായി ജീവിക്കണമെന്ന ചിന്താഗതിക്കാരാണ് മൂലം നക്ഷത്ര ജാതകരിൽ അധികവും. പിതൃഗുണവും സഹോദരഗുണവും കുറവായിരിക്കും. സന്തോഷപ്രദവും സുഖകരവുമായ വൈവാഹിക ജീവിതമായിരിക്കും ഇവർക്കുണ്ടാകുക. സൽസ്വഭാവമുള്ളവരും പതിഭക്തി ഉള്ള ജീവിത പങ്കാളിയെ ലഭിക്കാനുള്ള ഒരു ഭാഗ്യം ഇവർക്കുണ്ടാകും. ക്രയവിക്രയങ്ങളിൽ കൃത്യതയുള്ളവരായിരിക്കുകയില്ല. നയപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിവുള്ളവരാണെങ്കിലും സ്വന്തം കാര്യത്തിൽ അത് പ്രകടമാക്കാൻ കഴിയാതെ വരുന്നു. എല്ലാം എങ്ങനെയും നടന്നുകൊള്ളും എന്ന ചിന്താഗതിക്കാരായിരിക്കും ഇവരിൽ അധികവും. സ്വയം നശിക്കേണ്ടി വന്നാലും സത്യവിരുദ്ധമായി ഒന്നും പ്രവർത്തിക്കാറില്ല. ഉന്നത വിദ്യാഭ്യാസത്തിൽ താൽപ്പര്യമുള്ളവരും വിദേശവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ ഇഷ്ടപ്പെടുന്നവരുമായിരിക്കും മൂലം നക്ഷത്ര ജാതകർ. എപ്പോഴും എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക എന്നത് ഇവരുടെ ശീലമാണ്. ഇവരുടെ ഗൃഹസ്ഥിതിയിൽ രവി, ചന്ദ്രൻ, ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ അപരന്മാരായിരുന്നാൽ അർശസ്, വാതരോഗം, ഉദരരോഗം, ക്ഷയം തുടങ്ങിയ രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതായി കണ്ടുവരുന്നു. സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ വലിയ താൽപ്പര്യമുള്ളവരായിരിക്കും. യാത്ര ചെയ്യാനും പ്രകൃതി ഭംഗി ആസ്വദിക്കാനും സുഗന്ധദ്രവ്യങ്ങളോട് അതിയായ താൽപ്പര്യമുള്ളവരുമായിരിക്കും. സുഖവും സന്തോഷവും സമ്പത്തും നിറഞ്ഞ ജീവിതമായിരിക്കും ഇവർക്ക്. എല്ലാ മണ്ഡലങ്ങളിലും ശോഭിക്കാൻ ഇവർക്ക് കഴിയുന്നു.
അല്പം കോപമൊക്കെ കൂടുതലുള്ളവരായിരിക്കും. അതുപോലെ ദുർശാഠ്യക്കാരുമായിരിക്കും. മൂലനക്ഷത്രത്തിൻ്റെ ആദ്യ കാൽഭാഗത്തിന് ഖണ്ഡാന്തമെന്ന ദോഷമുണ്ട്. മൂലത്തിൻ്റെ ആദ്യത്തെ പാദത്തിൽ ജനിച്ചാൽ പിതാവിനും, രണ്ടാമത്തെ പാദത്തിൽ ജനിച്ചാൽ മാതാവിനും, മൂന്നാം പാദം കുടുംബ അരിഷ്ടതയ്ക്കും, നാലാമത്തെ പാദത്തിൽ ജനിക്കുന്നത് ദോഷം ചെയ്യുകയില്ല എന്നുമാണ് അഭിപ്രായം. മൂലം നക്ഷത്രത്തെ 15ആയി ഭാഗിച്ചാൽ അതിൽ ഓരോ ഭാഗത്തും ജനിക്കുന്നത് യഥാക്രമം പിതാവ്, പിതൃ സഹോദരി, മാതുലൻ, പിതൃ സഹോദര ഭാര്യ, കുടുംബാംഗങ്ങൾ മുഴുവൻ, ഭൃത്യന്മാർ, താൻ, സഹോദരന്മാർ, സഹോദരികൾ, മാതാവിൻ്റെ പിതാവ് എന്നിവർക്ക് ദുരന്തങ്ങൾ ഉണ്ടാകുമെന്ന് അഭിപ്രായമുണ്ട്. ഞായറാഴ്ചയും മൂലം നക്ഷത്രവും കൂടിയ ദിവസം ജനിക്കുന്നത് പിതാവിന് അത്യന്തം ദോഷകരമാണ്. വിവാഹത്തിന് മൂലം നക്ഷത്രം നല്ലതാണ്. ദശാകാലം കേതുവിൽ തുടങ്ങി ശുക്രൻ, ആദിത്യൻ, ചന്ദ്രൻ, ചൊവ്വ, രാഹു, വ്യാഴം എന്നീ ക്രമത്തിൽ ദശാകാലം കടന്നു പോകുന്നു. 2026 മൂലം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് എല്ലാ രീതിയിലും സൗഭാഗ്യ സമ്പന്നതയുണ്ടാകും. കഴുത്തറ്റം കടമുണ്ടായിരുന്നവർക്ക് അത് വീട്ടി തീർക്കാൻ അത്ഭുതകരമായ വഴികൾ തെളിയും. ഒട്ടും പ്രതീക്ഷിക്കാത്ത സ്രോതസ്സുകളിൽ നിന്നും പണം നിങ്ങളുടെ കയ്യിൽ വന്നു ചേരും. ജോലി ചെയ്യുന്നവർക്ക് ശമ്പള വർധനവ് ഉറപ്പാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക് കഴിഞ്ഞ കുറേ വർഷത്തെ നഷ്ടം നികത്തി വലിയ ലാഭത്തിലേക്ക് എത്താൻ 2026 സഹായിക്കും. സ്വന്തമായ ഒരു വീടില്ലെങ്കിൽ ഒരിത്തിരി മണ്ണ്, ഇത് നിങ്ങളുടെ വലിയ സ്വപ്നമാണ് എങ്കിൽ 2026 അതിനുള്ള യോഗം തെളിഞ്ഞു കാണുന്നു. ബാങ്ക് ലോണുകൾ എളുപ്പത്തിൽ കിട്ടും. അതുപോലെ തന്നെ വിദേശ യോഗം കാണുന്നുണ്ട്. അംഗീകാരങ്ങൾ നിങ്ങളെ തേടിയെത്തും. ജോലിസ്ഥലത്ത് ഇത്രയും നാൾ അനുഭവിച്ച അവഗണനകൾ മാറുകയാണ്. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് 2026 മേലുദ്യോഗസ്ഥർ അംഗീകാരം നൽകും. പ്രമോഷൻ ആഗ്രഹിക്കുന്നവർക്ക് അത് ലഭിക്കും. വിദേശത്ത് പോകാൻ ആഗ്രഹിച്ച് പലതവണ തടസ്സങ്ങൾ നേരിട്ടവരാണോ നിങ്ങളെങ്കിൽ 2026 പാസ്പോർട്ടും വിസയും റെഡിയാക്കി വെച്ചോളൂ. വിദേശത്ത് നല്ലൊരു ജോലി അല്ലെങ്കിൽ പഠനം എന്നിവയ്ക്കുള്ള തടസ്സങ്ങൾ പൂർണ്ണമായും മാറും. സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്കും 2026 വളരെ അനുകൂലമാണ്. ഇതൊരു പൊതുവായ ഫലമാണ്. കൃത്യമായ ഫലങ്ങൾ നിങ്ങൾക്കറിയുവാൻ നിങ്ങളുടെ പേര്, ജനിച്ച തീയതി, ജനിച്ച സമയം ഇവ ഞങ്ങളുടെ വാട്സാപ്പിൽ സെൻഡ് ചെയ്യുക. കൃത്യമായ മറുപടി തരുന്നതാണ്. ഇനി കുടുംബകാര്യം നോക്കാം. മൂലം നക്ഷത്ര ജാതകർ കുടുംബത്തിൽ സമാധാനം കുറവായിരുന്നു. വിവാഹം നടക്കാതെ വിഷമിക്കുന്നവർക്ക് 2026 ഏറ്റവും അനുയോജ്യമായ പങ്കാളിയെ തന്നെ ലഭിക്കും. മൂലം നക്ഷത്രമാണ് എന്ന് പറഞ്ഞ് ആലോചനകൾ മുടങ്ങിയിരുന്ന ആ കാലമൊക്കെ മാറും. കുട്ടികളില്ലാതെ വിഷമിച്ചിരുന്ന ദമ്പതികൾക്ക് വീട്ടിൽ ഒരു കുഞ്ഞുവാവയുടെ കരച്ചിൽ കേൾക്കാനുള്ള ഭാഗ്യം 2026 മാനസികമായ ടെൻഷനുകൾ കുറയും. വിട്ടുമാറാത്ത അസുഖങ്ങൾ ഉണ്ടായിരുന്നവർക്ക് ശരിയായ ചികിത്സ ലഭിക്കുകയും ആരോഗ്യം വീണ്ടെടുക്കുകയും ചെയ്യും. മനസ്സിന് വലിയൊരു സമാധാനം 2026 നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധ്യമാകും. ഇത്രയൊക്കെ ഭാഗ്യങ്ങൾ വരുമ്പോഴും അത് തടസ്സമില്ലാതെ നമ്മുടെ കയ്യിൽ കിട്ടാൻ നമ്മൾ ഈശ്വരനെ കൂട്ടുപിടിക്കണം. മൂലം നക്ഷത്രക്കാർ 2026 ചെയ്യേണ്ട വളരെ ലളിതമായ ചില കാര്യങ്ങൾ ഞാൻ പറയാം. അത് ശ്രദ്ധിച്ച് കേൾക്കുക. മൂലം നക്ഷത്രത്തിൻ്റെ അധിപൻ കേതുവാണ്. കേതുവിൻ്റെ ദോഷങ്ങൾ മാറ്റാൻ ഏറ്റവും നല്ലത് ഗണപതിയാണ്. എല്ലാ മാസവും നിങ്ങളുടെ നക്ഷത്ര ദിവസം ഗണപതിക്ക് ഒരു നാളികേരം ഉടയ്ക്കുകയോ അല്ലെങ്കിൽ അല്പം കറുകമാല സമർപ്പിക്കുകയോ ചെയ്യുക. വ്യാഴാഴ്ച ദിവസങ്ങളിൽ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിലോ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലോ പോയി തുളസിമാല സമർപ്പിക്കുന്നത് ഐശ്വര്യം വർദ്ധിപ്പിക്കും. മൂലം നക്ഷത്ര ജാതകർക്ക് ദാനധർമ്മങ്ങൾ വലിയ ഫലം ചെയ്യും. നിങ്ങളുടെ പിറന്നാൾ ദിവസം പാവപ്പെട്ടവർക്ക് അന്നദാനം നടത്തുന്നത് വലിയ പുണ്യമാണ്. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ ഒരു തടസ്സവും നിങ്ങളെ ബാധിക്കില്ല. അപ്പോൾ മൂലം നക്ഷത്രക്കാരെ ഇനി അങ്ങോട്ട് കരയേണ്ട ആവശ്യമില്ല. 2026 നിങ്ങൾക്കുള്ളതാണ്. നിങ്ങളെ പുച്ഛിച്ചവരും ഒഴിവാക്കിയവരും അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന രീതിയിൽ നിങ്ങൾ വളരും. വിശ്വാസത്തോടെ, ധൈര്യത്തോടെ മുന്നോട്ട് പോകുക. നല്ല കാലം വന്നെത്തിക്കഴിഞ്ഞു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ മൂലം നക്ഷത്രക്കാരായ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഈ സന്തോഷ വാർത്ത ഷെയർ ചെയ്ത് നൽകുക. നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോയിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എത്രമാത്രം നിങ്ങളുടെ ജീവിതത്തിൽ സത്യമായി എന്ന കാര്യം ഒന്ന് തുറന്നെഴുതുക. നന്ദി, നമസ്കാരം.